അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിക്കുന്ന എല്ലാ നിസ്കാരങ്ങളും തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞ നിലയിലുള്ള നിസ്കാരമാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലങ്ങൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ 2-3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിയ്യത്ത്, അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം, ദുആഉൽ ഇഫ്തിതാഹ്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫർളായ കാര്യമാണ് ഫാത്തിഹ സൂറത്ത് ഓതുക. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഇത് രണ്ടും ഫർളാണ്. പിന്നീട് നമ്മൾ കൊണ്ടുവന്ന ദുആഉൽ ഇഫ്തിതാഹ്, അത് സുന്നത്താണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഫാത്തിഹ സൂറത്ത് ഓതലാണ്. എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾ എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ പരിപൂർണമായും ഓതിയിരിക്കൽ നിർബന്ധമാണ്. ഫാത്തിഹ ഓതുക എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിൽ പെട്ടതാണ്. എന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് സുന്നത്തേയുള്ളൂ. ഫാത്തിഹയുടെ മുമ്പ് ഓതിയില്ലെങ്കിലും നിസ്കാരം സ്വഹിയാവും. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിൽ പെട്ടതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അതിലുള്ള ഷദ്ദുകൾ, അതിലുള്ള മദ്ദുകൾ, നീട്ടാനുള്ളത്, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത്, ഇവയൊക്കെ സൂക്ഷിച്ച് ഓതൽ നിർബന്ധമാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിൽ നമ്മൾ അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ആ റാഇൻ്റെ മുകളിൽ ഒരു ഷദ്ദ് കാണാം. അവിടെ അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, അവിടെ ദാലിൻ്റെ മുകളിൽ ഷദ്ദുണ്ട്, അവിടെ കട്ടി കൂട്ടണം. ഇയ്യാക നഅ്ബുദു, അവിടെ യാഇൻ്റെ മുകളിൽ ഷദ്ദുണ്ട് എന്നതുപോലെ എല്ലാ ഷദ്ദുകൾ, അതുപോലെ മദ്ദുകൾ നീട്ടാനുള്ളത്, മാലികി, ഇയ്യാക, അതുപോലെയുള്ള നീട്ടൽ, അതുപോലെ ഓരോ അക്ഷരങ്ങളുടെ മഖ്റജുകൾ, ഓരോ അക്ഷരങ്ങൾക്കും വ്യത്യസ്തമായ മഖ്റജുകളാണ്, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണ് ഓരോ അക്ഷരങ്ങൾ വരുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ച് ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടാവണം ഓതേണ്ടത്. എങ്ങനെയെങ്കിലും ഓതി തീർത്താൽ പോരാ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാത്തിഹയുടെ മുമ്പ് ഔദ് ഓതൽ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആയത്ത് ഓതൽ, അത് സുന്നത്താണ്. അതുപോലെ തന്നെ ഫാത്തിഹ കഴിഞ്ഞാൽ വലല്ലാലീൻ എന്ന് കഴിഞ്ഞാൽ ആ നൂന് ഉച്ചരിച്ചതിന് ശേഷം ഒന്ന് ശ്വാസം മടങ്ങിയതിന് ശേഷം ആമീൻ എന്ന് പറയുക. അതുപോലെ ഓരോ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. അങ്ങനെ ഓരോ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യുക, നിർത്തുക. അതുപോലെ തന്നെ 4 റക്അത്തുള്ള നിസ്കാരമാവട്ടെ, 3 റക്അത്തുള്ള നിസ്കാരമാവട്ടെ, 2 റക്അത്തുള്ള നിസ്കാരമാവട്ടെ, ഏതായാലും ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക. ഇവയൊക്കെ സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാത്തിഹ, അതുപോലെ മറ്റു ഖൗലിയായ ഫർളുകൾ. ഖൗലിയായ ഫർള് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത്. നമ്മൾ അത്തഹിയാത്ത് ഓതുന്നു, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു, അതുപോലെ നബിയുടെ മേൽ സലാത്ത് ചെല്ലൽ, ഇതൊക്കെ നാവ് കൊണ്ട് പറയുന്നതാണ്. ഈ നാവ് കൊണ്ട് പറയുന്ന ഫർളുകൾക്കാണ് ഖൗലിയായ ഫർള് എന്ന് പറയുന്നത്.
ഇതൊക്കെ ശരീരത്തിനെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാത്തിഹ സൂറത്താണ്. അതിലെ ശ്രദ്ധകൾ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ പഠിച്ചുകൊണ്ടാവണം നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല കാര്യങ്ങളും പഠിക്കാനുള്ള തൗഫീക്കും അതിനുള്ള എല്ലാവിധ കഴിവുകളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.